അപ്പോൾ ഇതാണ് നമ്മുടെ ഫുട് പ്രിന്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഗോ ചാർട്ടിങ്ങിന്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പം എന്താണ് ഈ ഫുട് പ്രിന്റ് ചാർട്ട് എന്ന് എല്ലാവർക്കും കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻഡിൽ ചാർട്ടിന്റെ പോലല്ല ഫുട് പ്രിന്റ് ചാർട്ട്. ഈ ക്യാൻഡിലിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ടൂളാണ് ഫുട് പ്രിന്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതിന്റെ എല്ലാത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെങ്കിൽ ഓർഡേഴ്സ്. അപ്പോൾ നമുക്ക് ട്രൂ ഡാറ്റ ഗോചാർട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക ടിക്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് എത്ര ഓർഡേഴ്സ് അവിടെ വരുന്നുണ്ട്, ആ ഓർഡേഴ്സിന്റെ വോളിയം, അല്ലെങ്കിൽ ബൈയിങ് ഓർഡർ എത്ര ഉണ്ട്, സെല്ലിംഗ് ഓർഡർ എത്ര ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗോചാർട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡേറ്റ പലതരത്തിൽ നമുക്ക് അനലൈസ് ചെയ്ത് പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പിലുള്ള നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം. അതല്ല അവർ തന്നിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ സെറ്റപ്പിന് എന്തൊക്കെ വേണോ അതിനുള്ള ഒരുവിധം കസ്റ്റമൈസേഷൻസ് എല്ലാം ഗോ ചാർട്ടിങ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പം ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ബേസിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. അപ്പോൾ നമ്മൾ ചാർട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അതായത് ഗോ ചാർട്ടിങ് പുതിയതായിട്ട് എടുത്ത ഒരാൾക്ക് ഇപ്പം ചാർട്ട് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഒരേപോലുള്ള സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം അനാലിസിസും ചാർട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഒരേപോലെ ചാർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചാർട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്ലസ്റ്റർ ചാർട്ടാണ്. അപ്പൊ നമ്മൾ ക്ലസ്റ്റർ ചാർട്ട് എടുക്കുക ആദ്യം തന്നെ. പിന്നെ നമ്മുടെ നിഫ്റ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിഗിനർക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. ഇതൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ നോക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ പൊസിഷണൽ ട്രേഡേഴ്സ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഈ ഫുട് പ്രിന്റ് ചാർട്ട് നോക്കുന്നതിനേക്കാൾ. കാര്യം TBO ചാർട്ടിലായിരിക്കും ഒരു 50 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെയുള്ള അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രാഡേ സ്കാൽപ്പിംഗ് മോഡിൽ ഉള്ള സെറ്റപ്പ്സിന് ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സ് കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ടൈം ഫ്രെയിം മാറ്റി ചാർട്ട് നമ്മൾ മാറ്റി ക്ലസ്റ്റർ ചാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലസ്റ്റർ ചാർട്ടിന്റെ സെറ്റിങ്സിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഞാനിവിടെ ഓൾറെഡി കുറച്ച് പ്രീസെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ തുടങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ക്ലസ്റ്റർ ആണ്. ഇപ്പൊ നമ്മൾ ക്ലസ്റ്റർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലസ്റ്റേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കിയിടണം. നമ്മൾ ആദ്യം കോളംസ് ഡബിൾ ആക്കിയിടുക. പിന്നെ കളർ മെട്രിക്സ് നമ്മൾ ഡെൽറ്റ ആക്കിയിടുക. നമുക്ക് ആദ്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ക്ലസ്റ്റർ ഓൺ ആക്കിയിടുക, കോളം ഡബിൾ ഇടുക, കളർ മെട്രിക്സ് ഡെൽറ്റ. ഈ കളർ മെട്രിക്സ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ കളർ കോഡിങ് ആ ഒരു കോളം ഒരു പ്രത്യേക ഒരു കോളം ഉണ്ടല്ലോ, ആ കോളത്തിലെ ഡെൽറ്റയ്ക്ക് അനുയോജിച്ച ഇതായിരിക്കും. അതായത് ഒരു ഡാർക്ക് റെഡ് ആണെങ്കിൽ അവിടെ സെല്ലിംഗ് ഡെൽറ്റ കൂടുതലായിരിക്കും. അതായത് ബയേഴ്സ് വോളിയം മൈനസ് സെല്ലേഴ്സ് വോളിയം വിൽ ബി എ ഹ്യൂജ് നെഗറ്റീവ് വാല്യൂ. ഇനി അതല്ല ഇവിടെ ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ബയേഴ്സിന്റെ ഡെൽറ്റയിൽ ബയേഴ്സ് വോളിയം കൂടുതലായിരിക്കും, പോസിറ്റീവ് ഡെൽറ്റയിൽ. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആദ്യം ഡബിൾ ആക്കിയിട്ട് നമ്മൾ ഇത് കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഫിൽ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റ് ആയിട്ട് കളർ, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ലൈറ്റ് കളർ ആക്കുക, ക്ലോസ് ടു വൈറ്റ്. പിന്നെ ഫില്ല് 2 എന്ന് പറയുന്നത് എക്സ്ട്രീം കേസ് ആണ്, അതായത് ഡെൽറ്റ
ഹ്യൂജ് നെഗറ്റീവ് ആയ സമയത്ത് നമ്മൾ അതിന്റെ നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ കൊടുക്കാം. ഇതേപോലെ റൈറ്റ് ക്ലസ്റ്ററിന് നമ്മൾ ലൈറ്റ് ക്ലോസ് ടു വൈറ്റ് കൊടുക്കാം. അതുപോലെ ഫിൽ ടു നമ്മൾ ഡാർക്ക് ഗ്രീൻ ആക്കാം. ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ആവശ്യമില്ല. നമുക്കിനി വേറെ ഇതിലൊന്നും നമുക്ക് ചെയ്യാനില്ല. ഈ കളറിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോളം ഡബിൾ ഉള്ളത് സിംഗിൾ ആക്കണം. ഓക്കെ, നമ്മളിവിടെ പിന്നെ യൂസ് ചെയ്യുന്ന പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ബിഡ് ആസ്ക് പ്രൊഫൈലാണ്. ഓക്കെ, അപ്പം ബിഡ് ആസ്ക് പ്രൊഫൈൽ ഈ ഒരു പ്രീസെറ്റിൽ ബിഡ് ആസ്ക് പ്രൊഫൈലാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം അതിൽ ഉണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യാം. അതായത് ഫിൽ 1 സോറി ആ സെറ്റിങ്സ് മാറിപ്പോയി. അപ്പം ഒന്നുകൂടെ മാറ്റാം. ഫിൽ 2 ഇതാക്കി റൈറ്റ് ക്ലസ്റ്ററിൽ ഫിൽ 2 ഡാർക്ക് ആക്കി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ കോളം സിംഗിൾ കോളം ആക്കാം. പ്രൊഫൈൽ ഓഫ് ആക്കിടാം. പിന്നെ നമ്മളിവിടെ കളർ മെട്രിക്സ് നമ്മൾ ഡെൽറ്റ കൊടുക്കാം. ഇത്ര കാര്യങ്ങളാണ് ചാർട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. ഇനി ഞാൻ ഈ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് ഇതിൽ ബിഡ് ആസ്ക് പ്രൊഫൈൽ ആണല്ലോ. ഈ ബിഡ് ആസ്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ, 8.8K × 390. ഈ ഭാഗം ബിഡും ഈ ഭാഗം ആസ്കുമാണ്. ബിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലർ സൈഡ്, ആസ്ക് എന്ന് പറഞ്ഞാൽ ബയ്യർ സൈഡ്. നമ്മളിപ്പം നമ്മൾ സെല്ലേഴ്സ് സെല് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സെല്ലേഴ്സ് ഹിറ്റിംഗ് ദ ബിഡ് എന്ന് പറയും. അതുപോലെ ബയേഴ്സ് റേസിംഗ് ദ ആസ്ക് എന്ന് പറയും. അതായത് ബയേഴ്സ് മേലെ, നമ്മൾ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയിൽ ബയേഴ്സ് പ്രൈസ് മേലേക്ക് വാങ്ങാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ പ്രൈസ് കൂടി പോകുന്നത്. അതുപോലെ സെല്ലേഴ്സിന് എന്താ പറയുക, അവർക്ക് പ്രീമിയം പ്രൈസിൽ അവർക്ക് സെല് ചെയ്യണം. അപ്പം അവർക്ക് എപ്പോഴും ഹൈ പ്രൈസിൽ, അത് മാർക്കറ്റ് മേളിൽ നിൽക്കുമ്പോൾ സെല് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. അതുപോലെ നമ്മുടെ ബയേഴ്സിന് എപ്പോഴും ഇഷ്ടം അവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിന് വാങ്ങാനായിരിക്കും. അപ്പൊ ഇതാണ് ബിഡ് ആസ്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ഈ 8.8K 390 എന്നൊക്കെ പറയുന്നത് ഇത് സെല്ലേഴ്സിന്റെ വോളിയം ആണ്, ഇത് ബയേഴ്സിന്റെ വോളിയം ആണ്. ഇവിടെ ഈ കാണുന്ന ഈ ചുവപ്പ് നിറവും പച്ച നിറവും ആ ഒരു പ്രത്യേക കോളം, ആ കോളത്തിലെ ഡെൽറ്റയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒറ്റ കോളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സെല്ലേഴ്സ് വോളിയം ഉണ്ട്, ബയേഴ്സ് വോളിയം ഉണ്ട്. അവരുടെ ഡെൽറ്റ ഏകദേശം ഇങ്ങനെ നല്ല റെഡ് ആയിട്ട് നമുക്ക് കിട്ടും. കാര്യം ഇവിടെ നമുക്ക് അറിയാം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയേഴ്സ് വോളിയം മൈനസ് സെല്ലേഴ്സ് വോളിയം. ഇവിടെ ഇപ്പം 390 മൈനസ് 8.8K എന്ന് പറയുമ്പോഴത്തേക്കും ഒരു -8.5K ആയിരിക്കും ഇവിടുത്തെ ഡെൽറ്റ. അപ്പൊ ആ ഡെൽറ്റ -8.5K ഹൈ ഡെൽറ്റ ആണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കളർ കോഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫുട് പ്രിന്റ് ചാർട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് ഹ്യൂജ് ഡെൽറ്റ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ കളർ കോഡിങ്. ഇനി അതുപോലെ നമുക്ക് വേണ്ടുന്ന വേറൊരു കാര്യമാണ് ഈ ചാർട്ടിന്റെ സെറ്റിംഗ്സിൽ ഓട്ടർ ഫ്ലോയിൽ വന്നിട്ട് ഈ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കോളം എന്ന് പറഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഈ ബ്ലോക്ക് എങ്ങനെയാ കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ 0.1 × 25. അതിപ്പോ ഈ 25 ഞാൻ കൊടുത്ത വാല്യൂ ആണ്. ഈ 0.1 എന്ന് പറഞ്ഞാൽ ടിക്ക് ഡാറ്റയാണ്. അതായത് ഈ നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഫുട് പ്രിന്റ് ചാർട്ടിലോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടിക്ക് സൈസ് എന്ന് പറയുന്നത് 0.1 ആണ്. അതായത് 0.1 ആണ് നമുക്ക് കിട്ടുന്ന പ്രൈസിന്റെ ഏറ്റവും മിനിമം വേരിയേഷൻ. അതായത് പ്രൈസ് ഇപ്പം 25,500 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് വാല്യൂ 25,000.1. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മിനിമം ഇൻക്രിമെന്റ് ഓഫ് ഡേറ്റ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് ടിക്ക് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ ടിക്ക് സൈസ് ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന വാല്യൂ. അപ്പൊ നമുക്ക്
കംഫർട്ടബിൾ ആയിട്ടൊരു വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 25 കൊടുത്തതിന്റെ ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നിഫ്റ്റി ഇൻഡെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റി ഇപ്പം ഒരു 25,000, 20,000, 30,000 എന്നുള്ള റേഞ്ചിലൊക്കെയാണ് പോണെച്ചെങ്കിൽ ഓരോ 5,000-ത്തിലും നമ്മൾ ആ ഒരു വാല്യൂ വെച്ച് കൂട്ടി കൊടുക്കുക ചെയ്യുക. അതായത് നമ്മളിപ്പം നിൽക്കുന്നത് 25,000 ആ റേഞ്ചിലാണ്. അതിപ്പോൾ 5,000-ത്തിന്റെ നമ്മൾ ഇതെടുക്കുന്നത്, ഡെറിവേറ്റീവ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം 20,000 വിട്ടു, 25,000 റേഞ്ചിലാണ്, അതുകൊണ്ടാണ് 25,000. നമ്മൾ ഇനി നിഫ്റ്റി 30,000 എത്തുമ്പോഴത്തേക്കും നമ്മൾ 25 മാറ്റി 30 ആക്കും. ഇപ്പം നിഫ്റ്റി അങ്ങനെ 20,000-ലേക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് 20 ആക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു ലോജിക്ക്. ഇപ്പൊ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലോക്ക് സൈസ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. കാര്യം നിങ്ങൾ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറെന്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെറ്റ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ തൽക്കാലം ബിഗിനേഴ്സിന് 25 യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഫോർമാറ്റ് വോളിയം. ഈ ഫോർമാറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാണുന്ന വോളിയം ഇതേപോലെ യൂസ് ചെയ്യണോ അതോ ഡിവൈഡ് ബൈ ലോട്ട് സൈസ് വെച്ച് ചെയ്യണോ എന്നാണ്. അപ്പം ഇത് നമ്മളിപ്പോ ഇവിടെ ഫോർമാറ്റ് വോളിയം ഓൺ ആക്കിയിട്ട് മാനുവൽ ലോട്ട് സൈസ് 10 ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 10 ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെ തന്നെ കിടന്നോട്ടെ. പവർ ട്രേഡ്സ് ഓഫ് ആക്കില്ല, അതിന്റെ ആവശ്യമില്ല. അതിപ്പം ആ ഫംഗ്ഷനാലിറ്റി ഇപ്പം ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചാർട്ട് ഇതിന്റെ ഈ ക്ലസ്റ്റർ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 5 ആണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മൾക്ക് സാധാരണ നമ്മുടെ ഈ വീഡിയോസിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ആ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സ്റ്റഡിയിൽ പോവാം, അതിൽ ഓർഡർ ഫ്ലോ എടുക്കുക, എന്നതിൽ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അടിയിൽ ഇങ്ങനെ കിട്ടും. ഇതിൽ വരുന്നത് വോളിയം, ഡെൽറ്റ, ക്യുമുലേറ്റീവ് ഡെൽറ്റയാണ്. നമ്മൾ എടുക്കുന്ന സ്റ്റഡീസിൽ നമുക്ക് വേണ്ടുന്നത് വോളിയം ഡെൽറ്റയും മാത്രം മതി. ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ ഇനീഷ്യൽ സെറ്റപ്സിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ കാണുകയാണെങ്കിൽ ഇതിന്റെ വോളിയം ഈ ക്യാൻഡിൽ എത്രയുണ്ട്, ഈ ടോട്ടൽ ക്യാൻഡിലെ ബയേഴ്സ് വോളിയം മൈനസ് സെല്ലേഴ്സ് വോളിയം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചാർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് നമുക്ക് ഇതിൽ വ്യൂ ആപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഇടാം, പിന്നെ അതുപോലെ നമുക്ക് ഡെൽറ്റ ബാർസ് ഇടാം. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം നമ്മളിപ്പോ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒരു ബേസിക് ചാർട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അബ്സോർപ്ഷൻ സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ബേസിക് കാര്യമാണ് കാണിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം, അതും കൂടെ നമ്മൾ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നതാണ് ഇംബാലൻസസ് എന്ന് പറയും. നമ്മൾ ചാർട്ടിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോ ഇംബാലൻസസ് ഈ സംഭവം ഓൺ ആക്കിയിടാം. അപ്പൊ ഇവിടെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ കാണാം. ഇതാണ് ഇംബാലൻസസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ മഞ്ഞ കളർ ഈ മഞ്ഞ കളർ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഡെൽറ്റ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ മഞ്ഞ കളർ ഞാൻ ഓഫ് ചെയ്തിടാം. ഈ ഇംബാലൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുട് പ്രിന്റ് ചാർട്ട് റീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ഈ സെല്ലിംഗ് വോളിയത്തിനായിട്ട് മാച്ച് ചെയ്യുന്നത് ഡയഗണലിയാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയഗണലി മാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ വാല്യൂവിനേക്കാളും 3 മടങ്ങ് കൂടുതൽ വാല്യൂസ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇംബാലൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, ഈ 8.8K മാച്ച് ചെയ്യുന്നത് 195-നായിട്ടാണ്. ഈ 195-ന്റെ എത്രയോ ഇരട്ടിയാണ് 8.8K. അപ്പൊ അത് കാരണം അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. സെല്ലേഴ്സ് അവിടെ ഡോമിനേറ്റ് ചെയ്യാം. അതുപോലെ 3.8K ഇത് മാച്ച് ചെയ്യുന്നത് 195-നായിട്ടാണ്. 3.8K മാച്ച് ചെയ്യുന്നത് ഈ 3.4K-നായിട്ട് അല്ല, ഇത് ഡയഗണലിലാണ് നമ്മൾ മാച്ച് ചെയ്യുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പോൾ 3.8K 195 മാച്ച് ചെയ്തു, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഈ 3.4K മാച്ച് ചെയ്യുന്നത് 975-നായിട്ടാണ്. അപ്പൊ അതായത് ഈ ഒരു ഭാഗത്ത് ഇംബാലൻസ് വരുന്നത് ബൈയിങ് സൈഡിലാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ നമ്മുടെ സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ഓൺ ആക്കിയിടാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെറ്റപ്പിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ
നമ്മൾ ചാർട്ടിലും ഓൺ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചാർട്ട് സെറ്റിംഗ്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് ചാർട്ടിൻ്റെ ഉണ്ടാവും സെറ്റ് ചെയ്യുന്ന നേരത്ത് ആ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ ഇതിപ്പം ജോയിൻ ചെയ്ത എല്ലാവരും ഇപ്പോൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഗോ ചാറ്റിംഗ് ഇപ്പോൾ എടുക്കാത്ത ആളാണ്, നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ റെഫർ ചെയ്യാം. ഞാനിത് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ഈ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.